ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പുണർന്ന നക്ഷത്രക്കാർക്ക് ജൂൺ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ 12-ന് ശേഷം ബുധനോടുകൂടി ശുക്രൻ ചേരുന്നത് കൊണ്ട് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അതോടൊപ്പം കുറച്ച് മോശാവസ്ഥയുമുണ്ട്. ക്രയവിക്രയങ്ങൾ വിജയം പ്രതീക്ഷിക്കാം. എന്നാൽ സ്ത്രീകൾ മൂലം ധനനഷ്ടത്തിനും അപവാദത്തിനും ഇട കാണുന്നു. വ്യാപാരികൾക്ക് കാലം അനുകൂലമായി കാണുന്നു. അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. മാതാപിതാക്കളുടെ സന്തോഷങ്ങൾക്കെതിരായി പ്രവർത്തിക്കും. സാഹിത്യകാരന്മാർക്ക് ധനലാഭവും ഉന്നത ബഹുമതിയും ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് യശസ് വർദ്ധിക്കുന്നതാണ്. ഉന്നത വ്യക്തികളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ്. ദൈവാധീനമുള്ളതുകൊണ്ട് അവിചാരിതമായി വയ്ക്കുന്ന ആപത്തുകളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. വ്യവസായം നവീകരിക്കുന്നതിന് നിർദ്ദേശം തേടും. പ്രായോഗിക വിജ്ഞാന പ്രവർത്തകർക്ക് ക്ഷമതയ്ക്ക് വഴിയൊരുക്കും. സംഭവബഹുലമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കും. സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും. തൊഴിൽ മേഖലയിൽ വേണ്ടത്ര പുരോഗതി കാണുന്നില്ല. ഊഹക്കച്ചവടത്തിൽ നഷ്ടം കലാശിക്കും. അതായത് നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും. യാത്രാവേളകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് നൽകാർക്ക് ഈ മാസം. മറ്റു പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. പുതിയ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.